ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സുഹൃതം ചില്ലറി വ്ളോഗ്സ്. നമുക്ക് ഇന്നൊരു ഇൻവെസിബിൾ മാല ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇൻവെസിബിൾ മാല. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻവെസിബിൾ മാല ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസിബിൾ മാലയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൻ്റെ ബേക്കിലെ കുളത്തൊക്കെ നമ്മൾ കുളത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കതൊരു പ്രീമിയം ലുക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസിബിൾ മാല നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇത് 3 ലോട്ടസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്കതിന്റെ ഒരു സിംഗിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഇത്ര സാധനങ്ങൾ നമുക്ക് വേണം. ആദ്യം വേണ്ടത് ഒരു ഗിയർ വയറാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഗിയർ വയർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് വരുന്നത് ലോട്ടസ് കേട്ടോ. ലോട്ടസിൻ്റെ ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ചെയിന്, അതുപോലെ തന്നെ ബാക്ക് ഹോക്ക്, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബിന്ദി ബോളും കൂടി ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ടൂൾ സെറ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം നമുക്കിത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു ഗിയർ വയറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ വയർ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഗിയർ വയറാണ് കേട്ടോ. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഗിയർ വയർ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് തന്നെയാണ് നമുക്ക് എടുക്കുന്നത്. നമുക്കിതിൽ ബാക്ക് ചെയിൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് നെറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അളവിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. ഇതിൽ ചിലപ്പോൾ അളവ് കുറയാനും അളവ് കൂടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടാണോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി താഴ്ത്തിക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവ് ഏകദേശം ഇത്രയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് കയറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗിയർ വയർ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതാണല്ലോ ലോട്ടസിൻ്റെ കേട്ടോ നമുക്ക് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് താഴത്ത് ഗോൾഡൻ ഹാങ്ങിങ്സോട് കൂടിയിട്ടുള്ള ഒരു ലോട്ടസ് ആണ് കേട്ടോ വരുന്നത്. ഗ്രീൻ ലോട്ടസിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ബാക്കിൽ നമുക്ക് കാണുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സെൻറ്ററിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെൻറ്ററിലേക്ക് നമുക്കിത് എടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്കിനി ബിന്ദി ബോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 2 ബിന്ദി ബോളാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ബിന്ദി ബോൾ കോർക്കുന്നത്. നമുക്കിനി അപ്പുറത്തെ സൈഡിലും കൂടി ബിന്ദി ബോൾ കോർത്ത് കൊടുക്കാം.
നമ്മൾ ബിന്ദി ബോൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കേട്ടോ. എങ്കിലേ നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗിയർ ലോക്ക് നമുക്ക് രണ്ട് സൈഡിലും കൂടി നമുക്ക് 2 ഗിയർ ലോക്കാണ് വേണ്ടത്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കോർത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കൂടുതലായിട്ട് ചെയ്യാറ്. 2 സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് നമുക്കിത് കൊണ്ടുവന്നിട്ട് നമുക്ക് 2 സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗിയർ ലോക്ക് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൂൾ സെറ്റ് എടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളൊന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും കൂടി ടൈറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. രണ്ട് സൈഡിലും കൂടി നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസ് നെക്ലേസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇൻവിസിബിൾ ചെയിനും ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. നമുക്കിത് ബാക്ക് ചെയിൻ ഇട്ടിട്ട് കൊടുക്കാം. ഇതാണ് നമുക്ക് ബാക്ക് ചെയിൻ വരുന്നത് കേട്ടോ. ഇത് നമുക്ക് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇത് നമുക്ക് കുളത്താട്ട വരുന്നത്. കുളത്ത് വിത്ത് ബാക്ക് ചെയിന് റിങ് ആട്ടോ വരുന്നത്. നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് തള്ളി മാറ്റാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോക്ക് വിത്ത് ബാക്ക് ചെയിനും കൂടി ആട്ടോ വരുന്നത്. ഇനി നമുക്കിത് സൈഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു നമുക്കിനി ഇതിൽ ആദ്യം വേണ്ടത് നമുക്കൊരു ഗിയർ ലോക്കാണ് കേട്ടോ. ഗിയർ ലോക്ക് നമ്മൾ എടുക്കുക. ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് കോർത്തെടുക്കുക കേട്ടോ. ഗിയർ ലോക്ക് കോർക്കുക. ഗിയർ ലോക്ക് കോർത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച ചെയിൻ ഹോക്ക് ഇടുക കേട്ടോ. നമുക്ക് ചെയിൻ ഹോക്ക് ഇട്ട് കൊടുക്കാം. ചെയിൻ ഹോക്ക് നമ്മൾ കോർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ബിന്ദി ബോളിൽ ചെയിൻ ഹോക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഗിയർ ലോക്ക് ഉണ്ടല്ലോ, ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് കോർത്തെടുക്കണം കേട്ടോ. കാണിച്ചു തരാം. ഇതാ നമ്മൾ ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഈ ബാക്ക് ചെയിൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് കോർത്തെടുക്കണം കേട്ടോ. നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? നമുക്ക് കുറച്ച് കോർത്തെടുത്ത ശേഷം നമുക്കിത്
കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടൂൾ സെറ്റ് വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് മറ്റു സൈഡും കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മറ്റു സൈഡ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മറ്റു സൈഡ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗിയർ ലോക്ക് ഇട്ട ശേഷം നമ്മൾ ഇതിലേക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് ഹോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്ക് ഹോക്ക് ഇട്ട ശേഷം നമ്മൾ നേരത്തെ ചെയ്തതേപോലെ തന്നെ നമുക്ക് ഗിയർ ലോക്ക് കോർത്തെടുക്കാം കേട്ടോ. ഗിയർ ലോക്ക് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ആയിട്ട് നമ്മൾ കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടൂൾ സെറ്റ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ മാല കേട്ടോ. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും കുറച്ച് ഈ ഭാഗം കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തള്ളി നിൽക്കുന്ന ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ടൂൾ സെറ്റ് എടുക്കുക, കുറച്ച് അതിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതൊന്ന് വേറെ ഇത് കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നിങ്ങൾ വെബ്സൈറ്റും കൂടി കയറി സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് സുഹൃതം ജ്വല്ലറി വ്ളോഗ്സ്.